ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത സിനിമകളിലൊന്നായ ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം ഭാഗമായ ദൃശ്യം 3 എന്ന സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വൻ റിപ്പോർട്ടുകൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തുന്ന ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് ഈ സെപ്റ്റംബറിൽ ആരംഭിക്കും എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ ജിത്തു സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന വലതുവശത്തെ കള്ളൻ എന്ന സിനിമയ്ക്ക് ശേഷം ജിത്തു ജോസഫ് ഉടനെ സംവിധാന മിഷനായിട്ടിരിക്കുന്ന സിനിമ ലാലേട്ടൻ നായകനെത്തുന്ന ദൃശ്യം 3 എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ ഈ വർഷം മുഴുവൻ ഇതിനോടകം തന്നെ ആവേശത്തിലായിരിക്കുന്ന ലാലേട്ടൻ ആരാധകർ വീണ്ടും ആവേശത്തിലേക്ക് പൊരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ആണല്ലോ ദൃശ്യം 3 എന്ന സിനിമ ആദ്യം വരിക. ഹിന്ദിയിലായിരിക്കും. അജയ് ദേവ്ഗൺ നായകനെത്തുന്ന ഹിന്ദി ദൃശ്യം 3 ആയിരിക്കും മലയാളം ദൃശ്യം 3ക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തുക എന്നൊരു വാർത്ത പടർന്നത്. അടുത്ത വർഷം ഒക്ടോബർ 2 ഹിന്ദി ദൃശ്യം 3യുടെ റിലീസ് തീയതി പ്രഖ്യാപനം അജയ് ദേവ്ഗണിന്റെ പ്രൊഡക്ഷൻ ഹൗസ് പ്രഖ്യാപിച്ചത്. അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നതോടെ നമ്മുടെ മലയാളികളെല്ലാം തന്നെ ലാലേട്ടന്റെ ദൃശ്യം 3 എത്രയും വേഗം വരണം എന്നൊരു ആവശ്യം ശക്തമായിട്ട് ഉന്നയിച്ചിരുന്നു. ഇപ്പോഴത്തെ അതിന്റെ ബാക്കി പത്രം എന്ന നിലയിലാണ് ഇന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ട് ദൃശ്യം 3 റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ ഹൃദയപൂർവ്വം എന്ന സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ നായകനെത്തുന്ന അടുത്ത സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുക അത് ദൃശ്യം 3 ആണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ ലാലേട്ടന്റെ മറ്റ് കാമിയോ എക്സ്റ്റൻഡഡ് കാമിയോ വേഷങ്ങളുടെ ഷൂട്ടിംഗ് എല്ലാം തന്നെ പൂർത്തിയാക്കുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്ലാൻ പ്രകാരം ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് സെപ്റ്റംബറിൽ തന്നെ ആരംഭിക്കും. ഇതേ പ്ലാൻ അനുസരിച്ച് പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഹിന്ദി ദൃശ്യം 3ക്ക് മുന്നേ നമ്മുടെ മലയാളം ദൃശ്യം 3 തിയേറ്ററുകളിലേക്ക് എത്തും. ആദ്യം ഹിന്ദി ദൃശ്യം 3 ആയിരിക്കും വരിക എന്നൊരു വാർത്ത വന്നതോടെ തന്നെ എക്സിലെല്ലാം തന്നെ വലിയ ആവേശത്തിലായിരുന്നു ഹിന്ദിക്കാരെല്ലാം തന്നെ. അവർക്കുള്ള വലിയ മറുപടിയായിട്ട് മാറട്ടെ നമ്മുടെ മലയാളം ദൃശ്യം 3, ലാലേട്ടന്റെ ദൃശ്യം 3 എന്ന് ആശംസിക്കാം. അപ്പോൾ കാത്തിരിക്കൂ ദൃശ്യം 3 എന്ന മലയാളത്തിന്റെ സിനിമയുടെ കൂടുതൽ വാർത്തകൾക്ക്.